തൃശൂർ കുന്നംകുളം പാറയമ്പാടത്താണ് ഇത്തരത്തിലൊരു വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ്സാണ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു കയറിക്കൊണ്ട് ഇങ്ങനെ മറ്റൊരു വീട്ടിൻ്റെ മതിലിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ നിൽക്കുന്നത്. ആ ബസ്സിൻ്റെ മുൻവശത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആഘാതം ആ അപകടത്തിന് ഉണ്ടായിരുന്നു എന്നത്. ബസ്സിൻ്റെ മുൻവശം ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. രാവിലെ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സാണ്. കുന്നംകുളം എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു ബസ് മറ്റൊരു വാഹനത്തെ കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഒരു സ്വിഫ്റ്റ് കാറിൽ ബസ് ഇടിച്ചു കയറുന്നു. അതിന് പിന്നാലെ വന്നൊരു ഓട്ടോറിക്ഷയിലും ഒരു വാനിലും ബൈക്കിലും അടക്കം ഇടിക്കുന്നു. ഈ ബൈക്കിലും ഈ വാനിലും കാറിലുമൊക്കെ ഉണ്ടായിരുന്നവർക്കാണ് ഗുരുതരമായി പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. കാരണം ആ ബസ് അവരെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് എതിർവശത്തുണ്ടായിരുന്ന മതിലിലേക്ക് ഇടിച്ചു കയറി നിന്നത്. ബസ് ഇതാ ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയിൽ ഈ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എതിരെ വരികയായിരുന്ന 4 വാഹനങ്ങളെ ഇടിച്ചുകൊണ്ടാണ് എതിർവശത്തുള്ള ഈ വീടിൻ്റെ മതിലിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്നത്. എന്തായാലും ബസ്സിന് അമിത വേഗതയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആവർത്തിച്ച് പറയുന്നത് പ്രകാരം ബസ്സിന് വലിയ വേഗതയുണ്ടായിരുന്നു. സ്ഥിരമായി ഇത്തരത്തിൽ ഈ റൂട്ടിൽ ബസ്സുകൾ അമിത വേഗതയിലാണ് പോകാറ്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.